hello. This is Manju. And this is Swati. Welcome to Chai Talks Being Curious with Swati and Manju. അങ്ങനെ ഞങ്ങള് ഓഡിയോ ഉണ്ടാവും. സ്പോട്ടിഫൈയിൽ ഞങ്ങൾ ഈ എപ്പിസോഡ് ഇടും. ഞങ്ങളുടെ ഓഡിയോ ഫോർമാറ്റിൽ നിന്ന് ഞങ്ങള് ഓഡിയോ വീഡിയോ ഫോർമാറ്റിലേക്ക് ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. ടു ഗ്രാബ് മോർ ഓഡിയൻസ് അല്ലേ സ്വാതി? ഞങ്ങൾക്ക് Yes. കൂടുതൽ ഓഡിയൻസിനെ കിട്ടാനായിട്ട് ഞങ്ങള് ഓഡിയോ വീഡിയോ ഫോർമാറ്റിലേക്ക് ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. ആൻഡ് ദിസ് ഈസ് അവർ ഫസ്റ്റ് ടൈം റെക്കോർഡിംഗ് ദിസ് ഓഡിയോ വീഡിയോ പോഡ്കാസ്റ്റ്. സോ ലെറ്റ് സീ ഹൗ ഇറ്റ് ഗോസ് അല്ലേ സ്വാതി? യെസ്, ഞങ്ങള് ഒരു സ്റ്റെപ്പ് മുന്നോട്ടേക്ക് പോവാന്ന് വിചാരിച്ചു. ഇപ്പൊ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 1 month ആയി. ഇപ്പൊ ഞങ്ങള് 1 month കഴിഞ്ഞു അല്ലേ മഞ്ജു മിസ്സേ? 1 month കഴിഞ്ഞു ഞങ്ങള്. അപ്പൊ വി ദിസ് വിൽ ബി അവർ തോട്ട് 7th എപ്പിസോഡ് അല്ലേ? that's what. So let's see. ഞങ്ങളൊന്ന് ജസ്റ്റ് വെഞ്ചർ ഔട്ട് ചെയ്യാന്ന് നമുക്ക് തോന്നുന്നു. കാരണം പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ ഫീഡ്ബാക്ക് കിട്ടുമ്പോ ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട് എന്നുള്ളതും ഞങ്ങളിപ്പോ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഹൗ മച്ച് ഇമ്പോർട്ടൻറ്റ് ഫീഡ്ബാക്ക് ഇസ് എന്ന് പറയുന്നത്. അപ്പോ ലെറ്റ് സി. അപ്പൊ ഞങ്ങളൊരു ട്രയൽ എപ്പിസോഡാണ്. സോ ലെറ്റ് സി. യെസ്. ഓക്കെ. ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് ടുഡേസ് ടോപ്പിക് വിൽ ബി ഡിജിറ്റൽ ആങ്സ്റ്റ് ആൻഡ് അഡോളസൻസ്. ഓർ തിരിച്ചാണെങ്കിലും കുഴപ്പമില്ല, അഡോളസൻസ് ആൻഡ് ഡിജിറ്റൽ ആങ്സ് എന്ന് പറയുന്ന ഒരു ഇതിലാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ തവണത്തെ റെക്കമെൻഡേഷൻ എപ്പിസോഡിൽ വി ഹാവ് റെക്കമെൻഡഡ് യു ദിസ് വെബ് സീരീസ്, 4 എപ്പിസോഡ് മിനി വെബ് സീരീസ് ഞങ്ങളെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അഡോളസൻസ് എന്ന് പറഞ്ഞ പേരില്. സോ ആ നെറ്റ്ഫ്ലിക്സ് സീരീസിനെ വെച്ചുകൊണ്ട് ഒരു ചെറിയ ഡിസ്കഷൻ ഓൺ ടുഡേയ്സ് ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, ടുഡേയ്സ് സൊസൈറ്റിയിലുള്ള ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ ഡിസ്കഷനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ്, നമ്മളിപ്പോ അഡോളസൻസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവണം എന്നില്ലല്ലോ. അപ്പം നമ്മൾ എന്താണ് അഡോളസൻസ് എന്ന് പറയുന്ന ഈ വെബ് സീരീസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ആദ്യം ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ സംസാരിക്കാം. അതിനുശേഷം വിൽ മൂവ് ഇൻ ടു ദ ഡിസ്കഷൻ. സോ അഡോളസൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ 4 എപ്പിസോഡ് മിനി വെബ് സീരീസ് ദാറ്റ് ഈസ് നൗ സ്ട്രീമിംഗ് ഓൺ നെറ്റ്ഫ്ലിക്സ്. ജാക്ക് തോൺ ആൻഡ് സ്റ്റീഫൻ ഗ്രാം എന്ന് പറയുന്ന 2 പേരും കൂടെ എഴുതിയതാണ്. ആൻഡ് ഇറ്റ് ഇസ് ഡയറക്റ്റഡ് ബൈ ഫിലിപ്പ് പെറാന്റിനി എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മേക്കിങ്ങിൽ നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ അത് പറയേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതിന്റെ ഓരോ എപ്പിസോഡും ഇറ്റ്സ് ലൈക്ക് 1 hour എപ്പിസോഡ്സ് ആണ്. ആ ഓരോ എപ്പിസോഡ്സും 1 take ഷോട്ട്സ് ആണെന്നുള്ളതാണ് അതിന്റെ മേക്കിങ്ങിൽ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതല്ല, അതിന്റെ കാസ്റ്റിംഗിലേക്ക് നോക്കുമ്പോൾ മേ ബി വൺ ഓഫ് ദ ഫൈനസ്റ്റ് ചൈൽഡ് ഡെബ്യൂ എന്ന് പറയാം. ഇത്രയും നാളത്തെ നമ്മുടെ ഒരു ഫിലിം ഇതൊക്കെ എടുത്ത് നോക്കുമ്പോഴും വൺ ഓഫ് ദ ഫൈനസ്റ്റ് ചൈൽഡ് ഡെബ്യൂ എന്ന് പറയുന്ന ഓവൻ കൂപ്പർ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന്റെ ഡെബ്യൂ സീരീസ് ആണ്. ഓവൻ കൂപ്പർ ഈ സീരീസിൽ അവതരിപ്പിക്കുന്ന ക്യാരക്ടറിന്റെ പേര് ജെയ്മി മില്ലർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെയാണ് അവതരിപ്പിക്കുന്നത്. അത് അത്ര നല്ല എന്താ പറയാ, ഭയങ്കര എക്സലന്റ് പെർഫോമൻസ് ആണ് ഓവൻ കൂപ്പർ ഈ ഒരു സീരീസിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. പക്ഷെ ഇതിലൊക്കെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് വാട്ട് ദിസ് സീരീസ് ഡിസ്കസസ് എന്നുള്ളതാണ്. സോ അതിന്റെ ഒരു പ്രിമൈസ് ഇറ്റ്സ് ലൈക്ക് ഒരു ക്രൈം ത്രില്ലർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷെ മോർ ഓഫ് ആര് ഈ ക്രൈം ചെയ്തു എന്നതിനപ്പുറം വൈ ദിസ് ക്രൈം ഹാപ്പൻഡ് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു സീരീസ് ഡിസ്കസ് ചെയ്യുന്നത്. സോ കുറച്ച് സ്പോയിലേഴ്സ് ഉണ്ടാവും ആസ് വി ഗോ ഹെഡ്. അപ്പൊ ആദ്യമേ അത് നിങ്ങൾ പറയാണ്. സോ നിങ്ങളിത് സീരീസ് കണ്ടിട്ടാണ് പോഡ്കാസ്റ്റ് കേൾക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സ്പോയിലേഴ്സ് ഉണ്ടെന്നുള്ള ഡിസ്ക്ലൈമർ ഞങ്ങൾ ആദ്യമേ പറയാണ്. സോ ദിസ് സീരീസ് ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് ഈ ഓവൻ കൂപ്പർ എന്ന് പറയുന്ന ക്യാരക്ടർ, അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടർ ജെയ്മി മില്ലറിന്റെ ഒരു 13-year-old ബോയുടെ ക്യാരക്ടറാണ്. ഹീസ് ഡൂയിങ് എ ക്രൈം ഇൻ ദിസ് സീരീസ് ആൻഡ് വൈ ഇറ്റ് ഹാപ്പൻഡ് എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ സ്വാതിക്ക് ഇത് കണ്ടപ്പം എന്താണ്, വാട്ട് ഡിഡ് യു ഫീൽ അബൌട്ട് ദിസ് സീരീസ്? എനിക്ക് തോന്നുന്നു മിസ്സേ, ഐ വാസ് വെരി മച്ച് ആന്റിസിപ്പേറ്റ് ചെയ്ത് കണ്ടൊരു സീരീസ് തന്നെയായിരുന്നു. ഐ തിങ്ക് വി ഹാഡ് എ ഡിസ്കഷൻ ലാസ്റ്റ് വീക്ക് അല്ലേ, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുപരി എനിക്ക് തോന്നുന്നു എല്ലാ ഈ പറയുന്ന സോ കോൾഡ് റെക്കമെൻഡേഷൻ പ്ലാറ്റ്ഫോംസിലും ഈ ചലച്ചിത്ര ടോക്സ് ആയിക്കോട്ടെ, നമ്മുടെ കേരളത്തിൽ തന്നെ ദ ക്യൂ ആയിക്കോട്ടെ, അതുപോലെ തന്നെ കുറെ ആർട്ടിക്കിൾസ്, ഇതെല്ലാം ഞാൻ അഡോളസൻസിനെ ബേസ് ചെയ്ത് ഞാൻ വായിച്ചിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. സോ ഐ വാസ് വെരി ക്യൂരിയസ്. മഞ്ജു മിസ്സും കണ്ടു എന്ന് പറഞ്ഞപ്പോ പിന്നെ എന്റെ
2-3 സ്റ്റുഡൻസ് അവര് കണ്ടിട്ടുണ്ടായിരുന്നു. എന്റെ സെക്കൻഡ് ഇയറിൽ വരുന്ന ഇംഗ്ലീഷ് മെയിൻ എടുത്തിരിക്കുന്ന കുട്ടികള് അവരിത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ അവരിങ്ങനെ എന്റെ അടുത്ത് വന്നിങ്ങനെ കോളേജ് പൂട്ടുന്ന അന്നാണ് അവരിങ്ങനെ പറഞ്ഞു, മാം യു ഹാവ് ടു ഗോ ആൻഡ് വാച്ച് ഇറ്റ്, ലൈക്ക് അത്രയും ലെയേഴ്സ് ഉണ്ട് മാം എന്ന് പറഞ്ഞ് അത്രയും ക്യൂരിയസ് ആയിട്ടാണ് അവർ എന്നോട് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഐ വാസ് വെരി വെരി എന്താ പറയാ, ക്യൂരിയസിനേക്കാളും എനിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പായിരുന്നു. അങ്ങനെയാണ് ഞാൻ അത് കാണുന്നത്. അപ്പൊ ഞാൻ ടു ബി ഓണസ്റ്റ് മിസ്, ഞാനിത് കാണുമ്പോ എന്താ പറയാ, ഫസ്റ്റത്തെ ആ ഒരു ഷോട്ട് തൊട്ട് തന്നെ ലൈക്ക് ഐ വാസ് ഹുക്ഡ്. നമ്മളെല്ലാരും നമ്മൾ പറയില്ലേ ആ ഒരു അതെ അതെ, ആ ഫസ്റ്റ് ഷോട്ട് ലൈക്ക് ആ ഒരു അവരാ എന്താ പറയാ, അവരാ പോലീസ് ഫോഴ്സ് ആ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു തൊട്ട് ലൈക്ക് നമ്മളെ അതിനകത്ത് പിടിച്ചിരുത്തുന്ന ഒരു ഇതാണ്, ഒരു കൈൻഡ് ഓഫ് ഒരു ടെൻഷൻ ബിൽഡിങ് ആ ഒരു ഫസ്റ്റ് ഷോട്ടിൽ തൊട്ടുണ്ട്. അത് കറക്റ്റ് പറഞ്ഞത്. അതെ, അതാണ് ആ ഒരു സിംഗിൾ ഷോട്ട് ആണല്ലോ, സിംഗിൾ ഷോട്ട് അല്ല, സിംഗിൾ ടേക്ക് സിംഗിൾ ടേക്ക്. അല്ലെ? ഇപ്പൊ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നതും അത് തന്നെയാണ്. ഇപ്പൊ ഇന്നലെ തന്നെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, അഡോളസൻസ് വന്നതിന് ശേഷം എത്രത്തോളം സിംഗിൾ ടേക്സ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൂടുതൽ കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞ പോലെ ഓരോ എപ്പിസോഡും സിംഗിൾ ടേക്കിലാണ് എടുത്തിരിക്കുന്നത്, അല്ലെ? അപ്പൊ ആ ഫസ്റ്റ് ഷോട്ട് തൊട്ട് തന്നെ ഐ വാസ് ലൈക്ക് എന്താ പറയാ, എന്റെ അറ്റൻഷൻ പോയിട്ടില്ല. കാരണം ഇപ്പൊ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം ഈ പറഞ്ഞ പോലെ ഒരു അറ്റൻഷൻ സ്പാൻ പ്രശ്നം തന്നെയാണ്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് പോസ് ചെയ്ത് ഒന്ന് വാട്സാപ്പിൽ പോയി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയി, അല്ലെ, അല്ലെങ്കിൽ ഒന്ന് യൂട്യൂബിൽ പോയി വീണ്ടും തിരിച്ച് നമ്മള് എസ്പെഷ്യലി OTT പ്ലാറ്റ്ഫോംസിൽ നമ്മൾ സിനിമ കാണുമ്പോ ഒക്കെ അങ്ങനെയാണ്. എന്ന് പറഞ്ഞ പോലെ ഇത് പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ലൈക്ക് അത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് വെൻ ഐ വാസ് അനലൈസിങ് മൈ സെൽഫ് വൈൽ വാച്ചിങ് ദിസ് പെർട്ടിക്കുലർ ഷോ, ദാറ്റ് ഇറ്റ് സെൽഫ് എന്നെ ഇൻട്രീഗ് ചെയ്തു. പിന്നെ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ഓൾ ദി അതർ ആസ്പെക്ട്സ്, ലൈക്ക് നമ്മൾ പറയില്ലേ ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ, ഇപ്പൊ നമ്മുടെ തന്നെ ടോപ്പിക് ആയിക്കോട്ടെ, ഇമോഷണൽ ഇന്റലിജൻസ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ പോലെ കുട്ടികളെ പാരന്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊക്കെ ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ ഫസ്റ്റ് ചിന്തിച്ചത് ആ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, ദ പോലീസ്, ഹൗ ദേ ആർ ഹാൻഡിലിംഗ് തിങ്സ്, അത് തന്നെ ശ്രദ്ധിച്ചോ? അതായത് വണ്ടിയിൽ കയറിയ ഉടനെ ആ കുട്ടീനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അവിടെ തന്നെ ഒരു സോഷ്യൽ സർവീസിനെ റെപ്രസെന്റ് ചെയ്ത ഒരാള് കൂടിയുണ്ട്. നമ്മുടെ ഞാൻ ഫസ്റ്റ് അപ്പൊ ചിന്തിച്ചത്, നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ അറസ്റ്റ് നടക്കുമ്പോ അങ്ങനെ ഉണ്ടാവാറുണ്ടോ? അല്ല, ഐ എം ആസ്കിങ് യു മിസ്, അങ്ങനെ മിസ്സിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടോ നമുക്ക്? അങ്ങനെ എനിക്ക് അതിനെ കുറിച്ചൊരു അറിവില്ല. സോ അത് നമുക്ക് കൃത്യമായിട്ട് അറിയാത്ത കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. അതെ. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു ഒരു മൈനറിനെ ആണ് നമ്മള് അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ഒരു പാരന്റിന്റെയോ അല്ലെങ്കിൽ ഒരു ഗാർഡിയന്റെ പ്രസൻസോ ഉണ്ടാവും എന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. നമ്മുടെ ഇവിടെ അങ്ങനെ തന്നെ ഉണ്ടാവും എന്നാണ് എന്റെ ഒരു വിശ്വാസം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ ആരെങ്കിലും ഉണ്ടാകാനാണ് സാധ്യത. അല്ലാതെ ഒരു മൈനറിനെ അവര് ഇത്ര ഒരു വലിയ ക്രൈമിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആരെങ്കിലും ഒരു പ്രസൻസ് ഉണ്ടാവും എന്ന് തന്നെയാണ് എന്റെ ഒരു ഇത്. ഓക്കെ, യെസ്. അപ്പൊ അതാണ് ഞാൻ ഫസ്റ്റ് ചിന്തിച്ചൊരു കാര്യം. അതിനുശേഷം ആ ഓരോ പ്രൊസീജിയർ, കാരണം ഫസ്റ്റ് എപ്പിസോഡ് അതാണല്ലോ, മൊത്തം ആ പ്രൊസീജിയേഴ്സ് ആണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. അതെ അതെ. സോ ഹൗ ദ ഡയറക്ടർ വാസ് ലൈക്ക് പുട്ടിങ് അസ് ഇൻ ടു ദാറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നതാണ് എന്നെ ഫസ്റ്റ് ഇൻട്രീഗ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം, ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ആ സിറ്റുവേഷൻ അല്ലെ, നമുക്ക് എവിടെയോ ഫ്രം ദ ബിഗിനിങ് തൊട്ടേ നമുക്കറിയാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ എവിടെയോ വി നോ ദാറ്റ് മേ ബി ഹി മൈറ്റ് ഹാവ് കമ്മിറ്റഡ് ദ ക്രൈം എന്നുള്ളത് നമുക്ക് എവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഐ വാസ് മച്ച് മോർ ഇൻ ടു ഹിസ് ബിഹേവിയർ, ഓർ മേ ബി ഹിസ് ദ വേ ഹി റെസ്പോൺസ്. ഇവിടെ ഞാൻ എന്റെ ഒരു സ്റ്റുഡന്റ് പറഞ്ഞൊരു കാര്യം പറയാണ്, ഹീസ് ലൈക്ക് he was always telling, I didn't do anything wrong എന്ന് പറയുന്ന ഒരു കാര്യമാണ്
എന്താണ് ആ കുട്ടി വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ. കുട്ടിയോട് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോഴൊക്കെ ജെയ്മി മില്ലർ പറയുന്ന ഒരു ഡയലോഗാണ് ഐ ഹാവിൻ ഡൺ എനിത്തിങ്, അല്ലെങ്കിൽ ഐ ഹാവിൻ ഡൺ എനിത്തിങ് റോങ് എന്ന് പറയുന്നത്. ബട്ട് സോ ഹി ബിലീവ്സ് ദാറ്റ് വാട്ട് ഹി ഡിഡ് ഇസ് കൈൻഡ് ഓഫ് റൈറ്റ് ഓർ കൈൻഡ് ഓഫ് ജസ്റ്റിഫൈഡ് എന്നുള്ള ഒരു രീതിയിലാണ് ആള് വിശ്വസിക്കുന്നതെന്നാണ് അതിനകത്ത് ഏറ്റവും എന്താ പറയാ ഒരു ഹൊറിബിൾ ആയിട്ടുള്ള ഒരു റിയലൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. യെസ് ആ, അപ്പൊ അതാണ് അതിനെ ഫസ്റ്റ് ഇത് ചെയ്തത്. ലൈക്ക് മിസ്സിന് എന്താ ഫീൽ ചെയ്തത്? വൈ യു ആർ വാച്ചിങ് ദ ഫസ്റ്റ് എപ്പിസോഡ്, വാട്ട് ഡിഡ് യു ഫീൽ? ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് വായിക്കുമ്പോ ലൈക്ക് ആദ്യം നമ്മൾ കാണുന്നത് ഈ കുട്ടീനെ കാണിക്കുമ്പോ ലൈക്ക് ഹീസ് ബീങ് അറസ്റ്റഡ് എന്ന് ചോദിക്കുമ്പോ ലൈക്ക് ഞാൻ ഒട്ടും ഇപ്പൊ സ്വാതി പറഞ്ഞില്ലേ, സ്വാതി കൈൻഡ് ഓഫ് എക്സ്പെക്ട് ചെയ്തു ലൈക്ക് ഹി ഡിഡ് ഇറ്റ് എന്ന് സ്വാതി എക്സ്പെക്ട് ചെയ്തു. പക്ഷെ ഞാനത് ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ബിക്കോസ് എന്താ പറയാ ആദ്യം തന്നെ ലൈക്ക് വെൻ ദ പോലീസ് കംസ് ഇൻ ലൈക്ക് ഹീസ് റിലീവിങ് ഹിംസെൽഫ് ആണല്ലോ, ആ ബെഡിൽ ആള് ഇത് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഹി സീംസ് വെരി സ്വീറ്റ് ആൻഡ് കൈൻഡ്, അങ്ങനെ ഒരു ഫേസും കൂടെയാണ് അതിനകത്ത് ഓമൻ സൂപ്പറിന്റെ ഫേസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പോകുമ്പോഴൊക്കെ ആണെങ്കിലും ഹീസ് വെരി കാം, എന്താ പറയാ ലൈക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് എനിക്ക് ഫുൾ ആ ഒരു ഇത് കിട്ടുന്നത്. പിന്നെ അതല്ലാതെ ആ ആ ഒരു ക്യാരക്ടറിനെ സ്ട്രിപ്പ് ചെയ്യുമ്പോൾ ഇൻ ഫ്രണ്ട് ഓഫ് പോലീസ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഫാദർ സ്ട്രിപ്പ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഐ വാസ് ഫീലിംഗ് സിമ്പത്തറ്റിക് ടുവേർഡ്സ് ഹിം. ലൈക്ക് അത് 13 വയസ്സുള്ള കുട്ടി. അപ്പൊ ഞാൻ കൂടുതലും ആലോചിച്ചത് മേ ബി ദിസ് സീരീസ് വിൽ ബി മോർ അബൌട്ട് മേ ബി പോലീസ് ബ്രൂട്ടാലിറ്റി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ ഫസ്റ്റ് നമ്മുടെ അടുത്ത ഒരു ചിന്ത പോകുന്നത്. ബട്ട് ലൈക്ക് ആസ് സ്ലോലി ഇറ്റ് ഗോസ് ഓൺ ലൈക്ക് ലാസ്റ്റ് എനിക്കതൊരു ലൈക്ക് നമുക്ക് ഓരോ നിമിഷവും ലൈക്ക് ഈ ആള് ചെയ്തില്ല എന്നുള്ളൊരു രീതിക്കായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. എനിക്ക് ശരിക്കും ആ ചേഞ്ച് വരുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് ലൈക്ക് ആ ഫോട്ടോ, ആ കുട്ടിയുടെ കെയ്റ്റിയുടെ ഫോട്ടോ കാണിക്കുമ്പോൾ ജെയിമി ചോദിക്കുന്നുണ്ട് അപ്പൊ കെയ്റ്റി ആണോ മരിച്ചത് എന്ന് ചോദിക്കുമ്പം ഡിറ്റക്റ്റീവ് ചോദിക്കുന്നുണ്ട് വൈ ഡിഡ് യു ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ, അപ്പൊ നീയാണത് ചെയ്യെങ്കിൽ യു വിൽ ബി വെരി ക്ലെവർ ടു ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നുണ്ട്. ദാറ്റ്സ് വെൻ അപ്പോഴാണ് എനിക്കത് മനസ്സിലായത് നോ ഹീസ് കൈൻഡ് ഓഫ് ഈസ് വെരി ക്ലെവർ ആൻഡ് ഹീസ് മാനിപ്പുലേറ്റീവ് എന്നുള്ളൊരു സാധനം നമ്മൾ ആ ഒരു ക്യാരക്ടർ ഷിഫ്റ്റ് എനിക്ക് ആദ്യമായിട്ട് ഫീൽ ചെയ്തത് അവിടെയാണ്. അതാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ആദ്യമേ തന്നെ എനിക്ക് അങ്ങനെ തോന്നിയില്ല ലൈക്ക് ആള് ക്രൈം ചെയ്യാനുള്ള ഒരു ഇതുണ്ടെന്നുള്ള ഒരു രീതിയിൽ എനിക്ക് ഒട്ടും തന്നെ അത് ഫീൽ ചെയ്തില്ലായിരുന്നു. പിന്നെ മിസ്സേ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാല് മോർ ഓവർ ഈ ഒരു സീരീസിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞ അവന്റെ ഒരു പെർസ്പെക്റ്റീവിന് നമുക്ക് അധികം കാണാൻ കിട്ടുന്നില്ല അല്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് വി ഹാവ് ടു കണക്ട് ദ ഡോട്ട്സ്, അല്ലെങ്കിൽ നമ്മൾ അല്ലേ ആ പസിൽ വരാണ്. ഇപ്പോഴും മിസ് എന്നോട് ചോദിക്കാണ് സ്വാതി ജെയ്മി ചെയ്തതിൽ തെറ്റും ശരിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അയ്യോ മിസ്സേ അവൻ കുറ്റവാളിയാണ് കേട്ടോ, അവൻ ക്രിമിനൽ ആണ്, എന്ത് 13-14 വയസ്സുകാരനാന്ന് പറഞ്ഞാൽ അവൻ എന്താ ഹി ടുക്ക് എ ലൈഫ്. പക്ഷെ എനിക്ക് എന്തോ ബിനീത്ത് ദ സർഫസ് കുറേ കാര്യങ്ങൾ നമുക്ക് സ്ക്രാച്ച് ചെയ്ത് പോവാനുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ എന്താണ് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ശരിക്കും വാട്ട് മെയ്ഡ് ഹിം ഡു എന്നുള്ളത് ഇപ്പോഴും ഒരു ദാറ്റ്സ് വൈ ദാറ്റ് മിസ് ഫസ്റ്റ് തന്നെ പറഞ്ഞൊരു കാര്യം, ഈ സീരീസിന്റെ ഏറ്റവും വലിയൊരു എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നെവർ ലൈക്ക് ഹൂ ഡൺ ഇറ്റ്, ഇറ്റ്സ് നെവർ ദാറ്റ് അല്ലെ. ഇറ്റ്സ് ഓൾ അബൌട്ട്, നമ്മൾ സെക്കൻഡ് എപ്പിസോഡിലും അത് തന്നെയാണ് കാണുന്നത്. ആ ഒരു പോലീസ് ഓഫീസർ പോകുന്നതും സ്കൂളിൽ പോയി അയാൾ അന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതും ഹീസ് ട്രൈങ് ടു ലൈക്ക് ഫൈൻഡ് എൻ ആൻസർ അല്ലെ, ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പുറമേ ഉള്ള ഒരു കാര്യം അറിയാനായിട്ട് നോക്കുമ്പോഴാണ് വി ഗെറ്റ് ടു നോ അബൌട്ട് ദാറ്റ് അനദർ വേൾഡ് അല്ലെ. ഇപ്പൊ നമ്മുടെ ടോപ്പിക് പറയുന്ന പോലെ ആ ഒരു ഡിജിറ്റൽ വേൾഡില് ഇവർക്കൊക്കെ വീർ ജെയ്മി എന്ന് പറയുന്നത് എന്താ, ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള അല്ലെ, മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജീവിക്കുന്ന അച്ഛൻ, അമ്മ, ചേച്ചി, അനിയത്തി, അങ്ങനെ അവൻ ജീവിക്കുന്ന ചേച്ചി അങ്ങനെ അവര് ജീവിക്കുന്ന ഒരു പയ്യൻ അല്ലെ, ഒരു 13 വയസ്സ് പയ്യൻ. പക്ഷെ അവന്
അവന്റേതായിട്ടുള്ള ആ ഒരു ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന സ്പേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം തന്നെ ആവണം നിർബന്ധമില്ല, ഡിജിറ്റൽ സ്പേസ്. ആ ഡിജിറ്റൽ സ്പേസിൽ ജെയ്മി ഇസ് ട്രൈങ് ടു ബി മേ ബി ഒരു 20, 21 ഓർ സംതിങ് എൽസ് അല്ലെ. അവൻ വേറൊരു പേഴ്സോണ, അവൻ വേറൊരു തരത്തില് അവന്റേതായിട്ടുള്ള ഹിഡൻ ഡിസയേഴ്സ് ആയിക്കോട്ടെ, അവന്റേതായിട്ടുള്ള ഹിഡൻ അജൻഡാസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു പാരലൽ വേൾഡ് തന്നെ ഈ കുട്ടികൾക്ക് ഉണ്ട് എന്നുള്ളത് ലൈക്ക് എനിക്ക് ഒരു റിയലൈസേഷൻ വന്നു. ആൻഡ് ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ആപ്ലിക്കബിൾ ടു UK. ഇത് UK-ലല്ലേ മിസ്സെ നടക്കണ ഈ ഒരു സീരീസ് അല്ലേ? അതെ അതെ ഇത് അതെ ആ UK-ല് മാത്രല്ല എനിക്ക് തോന്നുന്നു. എന്റെ ഈ കൊച്ചു നാട് അല്ലെ, എന്റെ വീടിന്റെ അടുത്തുള്ള പന്നിത്തടത്തോ അല്ലെങ്കിൽ എന്റെ വീടിന്റെ അടുത്തുള്ള കുന്നങ്ങളാണ് എന്റെ പ്രോപ്പർ വീട്, ഇവിടെ ഒക്കെ ഇതൊക്കെ തന്നെയായിരിക്കും അല്ലെ. വീട്ടില് ചിലപ്പോ വളരെ ഓക്കെ ആയിട്ട് അവരവരുടേതായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പെർസോണയുള്ള കുട്ടികൾക്ക് they have another space now where they don't distinguish between right and wrong. അവിടെ ഒരു ബ്ലറി സ്പേസ് ആണെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. വാട്ട് യു ഫീൽ? ദിസ് ഇസ് അതെ വാട്ട് ഐ സോറി ഫീൽ. സോറി ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. സ്വാതി ആദ്യം പറഞ്ഞതിൽ തന്നെ ലൈക്ക് നമുക്ക് ഈ ഒരു വെബ് സീരീസില് ലൈക്ക് അവരാരെയും ഓക്കെ ദിസ് ഈസ് ദ കൾപ്രിറ്റ് അല്ലെങ്കിൽ ദീസ് ആർ ദ റീസൺസ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒന്നിലേക്കും പോയിന്റ് ചെയ്ത് അവര് കാണിക്കുന്നില്ല അല്ലേ. ലൈക്ക് അവര് ജസ്റ്റ് ദേ ആർ ഷോയിങ് ഓൾ ദീസ് തിങ്സ് ആൻഡ് ഇറ്റ്സ് അപ് ടു ദ ഓഡിയൻസ് ടു കണക്ട് ദ ഡോട്ട്സ്. ഈവൻ ആ ടൈം ലൈനിലാണെങ്കിലും ഫസ്റ്റ് എപ്പിസോഡ് എന്ന് പറയുന്നത് മേ ബി ദ ഫസ്റ്റ് ഡേ ഓഫ് അറസ്റ്റ്, സെക്കൻഡ് എപ്പിസോഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ദ തേർഡ് ഡേ ഓർ സംതിങ് അങ്ങനെയാന്ന് തോന്നുന്നു അല്ലേ. ആൻഡ് തേർഡ് എപ്പിസോഡ് എന്ന് പറയുന്നത് ആഫ്റ്റർ 3 months ആൻഡ് ഫോർത്ത് എപ്പിസോഡ് മേ ബി ആഫ്റ്റർ 1 year ഓർ സംതിങ് ഓർ 6 months ഓർ സംതിങ് അങ്ങനെയാണല്ലോ. 13 months I guess. 13 months. അപ്പൊ അതിനിടയ്ക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് അപ് ടു ദ ഓഡിയൻസ് ടു കണക്ട് ദാറ്റ് ഡോട്ട്സ്. ശരിക്കും ഓഡിയൻസിന്റെ ആ ഒരു ഇന്റലിജൻസിനൊക്കെ റെസ്പെക്ട് ചെയ്തിട്ടാണ് അവർ, അല്ലാതെ എല്ലാം സ്പൂൺ ഫീഡ് ചെയ്യാൻ അവര് ശ്രമിച്ചിട്ടില്ല. അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ സ്വാതി പറഞ്ഞത് വളരെ കറക്റ്റാ. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ആ സ്കൂളിന്റെ എപ്പിസോഡ് എടുത്ത് നോക്കുകയാണെങ്കിലും നമ്മള് ലൈക്ക് ആ ഒരു സ്കൂളിന്റെ എപ്പിസോഡ് എന്തൊരു കയോട്ടിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ഒരു ഇതായിരുന്നു. ഭയങ്കര കയോട്ടിക് ആയിട്ടുള്ള ഒരു സ്കൂളാണ് നമ്മൾ അതിനകത്ത് കാണുന്നത്. വിച്ച് വാസ് നമ്മളെന്തും ഞാൻ പഠിച്ചു വരുന്ന സ്കൂൾ എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ഓർഡർലി സ്ട്രക്ചേർഡ് ടു ദ കോർ എന്ന് പറയുന്ന രീതിക്കുള്ള സ്കൂൾസ് ആണ്. ഇത് അത്രയും കയോട്ടിക് ആയിട്ടുള്ള സ്കൂൾസ്. ടീച്ചേഴ്സിനും എന്ത് ചെയ്യണമെന്ന് ധാരണയില്ല, കുട്ടികൾക്കും ആരോടും റെസ്പെക്ട് ഇല്ല. ഈവൻ ദ പോലീസ് ഓഫീസേഴ്സിനെ പോലും അവരുടെ ഒരു അതോറിറ്റിയോടോ ഒരു പേടിയില്ല. ഭയങ്കര ഫിയർലെസ് ആയിട്ടുള്ള, എന്നാൽ ഭയങ്കര ക്ലൂലെസ് ആയിട്ടുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രീതിയിലും റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ബുള്ളിങ്, നെയിം കോളിങ്, അങ്ങനെയുള്ള വളരെ കയോട്ടിക് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് സ്കൂള് കാണിക്കുന്നത്. ആൻഡ് അഗെയിൻ അത് കാണിക്കുമ്പോഴും എല്ലാവരുടെ പെർസ്പെക്റ്റീവും പറയുന്നു. ഒരു ടീച്ചർ ഹിസ്റ്ററി ടീച്ചറാന്ന് തോന്നുന്നു, ഹിസ്റ്ററി ടീച്ചർ പറയുന്നുണ്ട് ലൈക്ക് വാട്ട് ഷുഡ് ഐ ഡു വിത്ത് ദം, ദേ ആർ ഇമ്പോസിബിൾ. ലൈക്ക് അഗെയിൻ നമ്മൾ ആസ് ടീച്ചേഴ്സ് നമ്മൾ രണ്ടുപേരും ടീച്ചേഴ്സ് ആണല്ലോ, നമ്മൾ രണ്ടുപേരും ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ഈസ് ഇറ്റ് ദ സ്കൂൾസ് റെസ്പോൺസിബിലിറ്റി ഓർ ഈസ് ഇറ്റ് ദ ടീച്ചേഴ്സ് റെസ്പോൺസിബിലിറ്റി ടു ലുക്ക് ആഫ്റ്റർ ദ കിഡ്സ്. കാരണം കുട്ടികളുടെ ഒരു മേജർ ടൈം പീരീഡ് അല്ലെ അവർ സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ്. അപ്പൊ ആ ഒരു സമയത്ത് ആ ടീച്ചറിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ സ്കൂളിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണോ? അതിന് മാത്രമുള്ള ട്രെയിനിങ് ഈ ടീച്ചേഴ്സിന് കിട്ടിയിട്ടുണ്ടോ? അപ്പൊ നമ്മൾ പഠിച്ചു വന്നത് വെച്ചിട്ടാണല്ലോ ലൈക്ക് ഒരു ഒരു ടെഡെക്സ് വീഡിയോ ഉണ്ട് ലൈക്ക് ഈ സ്കൂൾ കില്ലിംഗ് കിഡ്സ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ടെഡെക്സ് വീഡിയോയില് അതില് ആ സ്പീക്കർ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ടീച്ചേഴ്സ് ആർ ആക്ച്വലി ട്രെയിൻഡ് ഓൺ യെസ്റ്റർഡേസ് മെത്തേഡ് ഓൺ ടു ട്രെയിൻ ടുമോറോസ് കിഡ്സ്. നമ്മൾ ആക്ച്വലി ട്രെയിൻ ചെയ്യപ്പെടുന്ന ബീറ്റ് എനി കോഴ്സ് ലൈക്ക് BEd എന്തുപോലത്തെ കോഴ്സ് ആയിക്കോട്ടെ, നമ്മളെ ആക്ച്വലി ട്രെയിൻ ചെയ്യുന്നത് നമുക്ക് 10 വർഷം മുമ്പുണ്ടായിരുന്ന ആൾക്കാർ എഴുതിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളെ ട്രെയിൻ ചെയ്യുന്നത്. നമുക്ക് പോലും അത് ഔട്ട്ഡേറ്റഡ് ആണ്. ആ ട്രെയിനിങ് വെച്ചിട്ടാണ് വി ആർ ലൈക്ക് മോൾഡിങ് ദ കിഡ്സ് ഓഫ് ദ നെക്സ്റ്റ് ജനറേഷൻ. അവര് വളർന്ന് വലുതാവുമ്പം അവർക്ക് എന്താണ് ആവശ്യം അതല്ല നമ്മൾ അവരെ പഠിപ്പിക്കുന്നത്. ഇത്രയും ഡിജിറ്റലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ എന്താണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്താണ് ആവശ്യം, കുട്ടികളെ എങ്ങനെ ട്രെയിൻ ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ പലപ്പോഴും നമ്മൾ ആസ് എ ടീച്ചർ ഞാൻ പലപ്പോഴും ക്ലൂലെസ് ആണ്. എനിക്ക് അവരുമായിട്ട് ചില
ഇപ്പം So, വളരെ അവരുടെ ലാംഗ്വേജ് ഇപ്പൊ ഈ ജെൻസി അല്ലെങ്കിൽ ജെനാൽഫ ലാംഗ്വേജ് പോലും കണക്ട് ചെയ്യാനായിട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. സോ അതേപോലെ തന്നെ ആസ് ഈ ടീച്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവർ വരുന്ന ഒരു സ്ട്രക്ചർ അവർ മിക്കപ്പോഴും അവർ വെൽ പെയ്ഡ് ആയിട്ടുള്ള ആൾക്കാരില്ല. അപ്പാർട്ട് ഫ്രം വെരി ഫ്യൂ അല്ലെ, കുറച്ചൊരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള സ്കൂൾസിലുള്ള ടീച്ചേഴ്സ് അല്ലാതെ ബാക്കി എല്ലാ ടീച്ചേഴ്സും ദേ ആർ അണ്ടർ പെയ്ഡ് ആൻഡ് ഓവർ വർക്ക്. അത്രയും yeah. അത്രയും സ്ട്രെസ്സും അത്രയും വർക്ക് പ്രഷറും ഉള്ള ആൾക്കാര് ആൻഡ് അവർക്ക് കൃത്യമായിട്ട് കണക്ട് ചെയ്യാനും പറ്റുന്നില്ല, അവർക്ക് അതിനുള്ള ഒരു രീതിയിലുള്ള സപ്പോർട്ടും കൊടുക്കുന്നില്ല. അങ്ങനെയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്കൂൾസ് വിൽ ബിക്കം കയോട്ടിക് അല്ലേ? അപ്പം അവിടെ ആരെയാണ് നമ്മൾ ആരെയാണ് നമ്മൾ കുറ്റം പറയാ? അതേസമയം നമുക്ക് കുട്ടികളെ കുറ്റം പറയാൻ പറ്റുമോ? അവര് വന്ന് വീഴുന്നതും അവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ആ നമ്മൾ പറയില്ലേ മലയാളത്തിലൊരു വാക്കില്ലേ വിരോധാഭാസം എന്നുള്ള പറയും. ലൈക്ക് കുട്ടികളെ ശരിക്കും കുറ്റം പറയാൻ പറ്റില്ല. അതാണ് ഇവിടെ അതെ, ഏറ്റവും കാര്യം. നമ്മൾ അവരെ ബ്ലെയിം ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം അവർക്ക് ഇതിനെ കുറിച്ച് ഒന്നും ലൈക്ക് അവര് എക്സ്പോസ്ഡ് ആവുന്നതാണ്, അതിൽ നിന്നാണ് അവര് പഠിക്കുന്നത്. അവര് പഠിക്കുന്ന അവരുടെ സറൗണ്ടിങ്സ് ആണ് അവരാക്കുന്നത്. ഇപ്പൊ ഞാൻ എപ്പോഴും എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഡിപ്പാർട്ട്മെന്റ് മാത്രല്ല മിസ്സിന്റെ അടുത്തും മറ്റു മിസ്സിന്റെ അടുത്തും അതുപോലെ എനിക്ക് കിട്ടുന്ന ലൈക്ക് ഐ എം വെരി ലക്കി. ഞാൻ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ട്. അറ്റ് ദ സെയിം ടൈം വളരെ ക്ലൂലെസ് മാത്രല്ല, ചില നേരത്തെ അവരുടെ റിയാക്ഷൻസ് കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. മഞ്ജു മിസ് പറഞ്ഞ പോലെ ലൈക്ക് നമ്മള് ക്ലാസ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ തരുന്ന റിയാക്ഷൻ ആയിരിക്കാം. ഇപ്പൊ എല്ലാവരും പറയുന്നത് ഗേൾസ് കോളേജ് അല്ലേ, എപ്പോഴും പറയുന്ന ഒരു കാര്യം മിസ്സേ, ഗേൾസ് കോളേജ് ആണ് അപ്പൊ പിന്നെ ആവശ്യമില്ലാത്ത ഈസിയാണ്. നെവർ ലൈക്ക് ദാറ്റ്. ഗേൾസ് കോളേജിൻ്റെതായിട്ടുള്ള ചാലഞ്ചസ് ഉണ്ട്. മിക്സഡ് കോളേജ് അല്ലെങ്കിൽ അല്ലെ അങ്ങനത്തെ കോളേജുകളിൽ ഇതിൻ്റെതായിട്ടുള്ള ചാലഞ്ചുകൾ ഉണ്ട്. ഇപ്പൊ മിസ്സിന് അറിയാം, ഞാൻ കേരളവർമ്മയിലും പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ്, ഇപ്പൊ ലിറ്റിൽ ഫ്ലവറിൽ പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പൊ മിസ്സിന് കൃത്യമായിട്ട് അറിയാം നമ്മൾ പഠിപ്പിച്ചിരുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്തിരുന്ന ഇങ്ങനെയുള്ള നമ്മൾ തന്നെ രണ്ടുപേരും ക്ലാസ് കിട്ടാഞ്ഞിട്ട് നമ്മൾ പോയി അല്ലെ ക്ലാസ് കിട്ടുന്നില്ല. നമുക്ക് ലിറ്ററലി ക്ലാസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് സ്പേസ് ക്ലാസ് കിട്ടുന്നില്ല. ഫിസിക്കൽ ക്ലാസ് എടുക്കാൻ ക്ലാസ് കിട്ടുന്നില്ല. അവിടെ നമ്മൾ പോയി കുട്ടികളോട് സംസാരിച്ചിട്ടാണ് ചില സമയത്ത് ക്ലാസ്സും കൊണ്ട് ലൈക്ക് നമ്മൾ അവരോട് സംസാരിച്ച് അവരുടെ റിയാക്ഷൻ ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ രണ്ടുപേരും തിരിച്ചു വരാറ്. എന്ന് പറഞ്ഞ പോലെ ചില നേരത്തെ അവരുടെ റിയാക്ഷൻ എന്നെ ഭയങ്കര ഷോക്ക് ചെയ്യാറുണ്ട്, എന്നെ ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്. റീസെന്റ് തന്നെ 2-3 മാസം മുന്നേ ഒരു എന്റെ ഒരു സ്റ്റുഡന്റ് അവള് കാണിച്ചൊരു റിയാക്ഷൻ, ഇറ്റ് വാസ് വെരി ഡിസ്റ്റർബിങ് ഫോർ മീ. ഇറ്റ് വാസ് നെവർ ലൈക്ക് ഞാൻ അതിൽ ഹേർട്ടായോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ ദ വേ ഷി വാസ് സ്പീക്കിംഗ്, ഇപ്പൊ ഈ മിസ് പറഞ്ഞ പോലെ ഭയങ്കര കയോട്ടിക് ആയിട്ടാണ് അവള് നമ്മളോട് സംസാരിക്കുന്നത്. അവിടെ ഞാൻ അവളെയാണോ ബ്ലെയിം ചെയ്യണ്ടേ? ഒരിക്കലും അല്ല, അല്ലെ? ഞാൻ എപ്പോഴും എന്റെ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ആരും വിചാരിക്കരുത് ഓ അവൾക്ക് ഇത്രയും മാർക്ക് കിട്ടി, എനിക്ക് എന്തായാലും അതൊന്നും കിട്ടാൻ പോകുന്നില്ല. എല്ലാവരുടെ ബ്രെയിനും ഒരേപോലെ തന്നെയാണ്. പക്ഷെ നമ്മളുടെ ഈ പറഞ്ഞ പോലെ സാഹചര്യങ്ങളും നമുക്ക് കിട്ടുന്ന പ്രിവിലേജുകളും ഇതൊക്കെ വെച്ചിട്ടാണ് ഓരോ വ്യക്തികളും ക്യൂരിയസ് ആവുന്നതും ചിലവർ ക്യൂരിയസ് ആവാത്തതും ഒക്കെ, അല്ല മിസ്സേ? സോ ആ സെക്കൻഡ് എപ്പിസോഡ് മിസ് പറഞ്ഞ പോലെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കാൻ, അതായത് ഫസ്റ്റ് എപ്പിസോഡ് കുറച്ചും കൂടി ലോ ആൻഡ് ഓർഡർ അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിച്ചു വെച്ചാല് സെക്കൻഡ് എപ്പിസോഡ് വാസ് മച്ച് മോർ ഓഫ് ലൈക്ക് സ്കൂളിംഗ്, അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ റോള്, ഇതൊക്കെ എന്താണ് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലേക്കാണ് ഞാൻ സെക്കൻഡ് എപ്പിസോഡിലേക്ക് പോയതും. ആൻഡ് അഗെയിൻ ഐ ഗോട്ട് സോ സർപ്രൈസ്ഡ്. ഈ പറയുന്ന അതിലല്ലേ ആ ഒരു കാര്യം പറയുന്നത്, എന്താണ് 20% ഓഫ് വിമൻ ആർ 80% ഓഫ് വിമൻ ആർ ഓൺലി അട്രാക്റ്റഡ് ടു 20% ഓഫ് മെൻ എന്ന് പറയുന്ന ഒരു കുട്ടിയാണിത് പറയണേ, അല്ലെ? ഒരു 15-14 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇത്രയ്ക്കും ഒരു ഇൻസെക്യൂരിറ്റി എന്തിനാണ്? വൈ ഷുഡ് ദേ ഗെറ്റ് സോ ഇൻസെക്യൂർ? അല്ലെങ്കിൽ ഇത്രയ്ക്കും എന്തിനാണ് വിമൻ മെൻ എന്ന് പറയുന്ന ഒരു വേർതിരിവ് ഇപ്പൊ തന്നെ അവരുടെ ചെറിയ മനസ്സിലേക്കാളും
അവരുടെ ആ ഒരു പ്രായത്തില് അപ്പൊ തന്നെ ഇൻജെക്ട് ചെയ്യപ്പെട്ടാണ് അല്ലെ. അപ്പോ ഈ ഇൻജെക്ടിങ് ഓഫ് ടോക്സിക് മാസ്കുലിനിറ്റി, അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ കൾച്ചറിൽ വരുന്ന, എനിക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും അറിയില്ല. പക്ഷേ നമ്മളതൊന്നും വി ആർ ഈവൻ ഒബ്ലിവിയസ് ടു ദാറ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് വി ഷുഡ് കോൾ ഈ പറഞ്ഞ പോലെ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വിളിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് അത് ഡീൽ ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് കുറെ എക്സ്പീരിയൻസ് ഉണ്ടാവല്ലോ. ഈവൻ നമ്മള് ഒബ്ലിവിയസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിലേക്ക് ഒരു വിൻഡോ ആയിട്ട് എനിക്ക് തോന്നി ഈ സെക്കൻഡ് എപ്പിസോഡ് എന്ന് പറയുന്നത്, അല്ലേ? അതെ. ശരിക്കും എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എപ്പിസോഡ് എന്ന് പറയുന്നത് തേർഡ് എപ്പിസോഡാണ്. ഇപ്പൊ ഇഫ് നിങ്ങൾക്ക് ഒരു ഫുൾ ടൈമിൽ ഇഫ് യു ഡോണ്ട് ഹാവ് ഇനഫ് ടൈം ടു ഇൻവെസ്റ്റ് ടു വാച്ച് ദ സീരീസ്, അറ്റ്ലീസ്റ്റ് വാച്ച് ദ തേർഡ് എപ്പിസോഡ്. അതൊരു സ്റ്റാൻഡ് അലോൺ എപ്പിസോഡായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. ബ്രൈനി എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റും ജെയ്മി മില്ലറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഈ ഒരു എപ്പിസോഡിൽ നടക്കുന്നത്. ശരിക്കും ഭയങ്കര നമുക്ക് ആ ഒരു ക്യാരക്ടർ ഷിഫ്റ്റ്, ലൈക്ക് ഫ്രം ദിസ് നമ്മൾ കാണുന്ന ആ ഒരു ഭയങ്കര സ്വീറ്റ് കൈൻഡ് ബോയിൽ നിന്ന് ഹൗ ഈസ് ചേഞ്ചിങ് എന്ന് പറയുന്നത് വളരെ വളരെ എന്താ പറയാ, വളരെ രസകരമായിട്ട് ആ കോൺവെർസേഷൻസിലൂടെയും ആ സിമ്പിൾസിലൂടെയും കാണിച്ചിട്ടുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആ ഒരു അതിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്ന് പറയുന്നത് ലൈക്ക് വെൻ ഹീസ് ലൈക്ക് ആ ഒരു ഹോട്ട് ചോക്ലേറ്റിന്റെ കപ്പൊക്കെ തട്ടിയിട്ട് ഭയങ്കര പവർഫുൾ ആയിട്ട് ഒരു മാൻ പൊസിഷനിൽ, ഭയങ്കര ഒരു പവർ പൊസിഷനിൽ നിന്നുകൊണ്ട് ആ ഒരു സൈക്കോളജിസ്റ്റിനോട് ഹീസ് ഷൗട്ടിങ് അറ്റ് ഹർ, അല്ലെ, യു ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു കൺട്രോൾ മൈ ലൈഫ് എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്യുന്ന ആ ഒരു കാര്യം എന്ത് ഭയങ്കര ഒരു മെയിൽ റേജും ഭയങ്കര ഒരു ആങ്സ്റ്റും ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് നമ്മൾ അതിൽ കാണുന്നത്. അത് ശരിക്കും നമ്മളെ ഭയങ്കര അധികം ഷോക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. അത് ആ എപ്പിസോഡ് ലൈക്ക് നമ്മൾ എന്താ പറയാ, ഒരു 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 മാസ്റ്റർ പീസ് എപ്പിസോഡ് എന്നൊക്കെ ഉള്ള രീതിയിൽ മേ ബി 2025 മാർക്ക് ചെയ്യുന്ന സീരീസുകളിലോ സിനിമയിലോ ഒക്കെ ആയിക്കോട്ടെ 2025 മാർക്ക് ചെയ്യുന്ന ഒരു എപ്പിസോഡ് ആയിരിക്കും ആ ഒരു എപ്പിസോഡ് എന്ന് പറയുന്ന സ്വാതി. സത്യം, അത് എനിക്കും ഫീൽ ചെയ്തത്. യു ആർ അബൌട്ട് ടു സേ സംതിങ്? അല്ല, ഞാൻ പറയുമായിരുന്നു ലൈക്ക് അതിനകത്ത് പറയുന്ന പല കാര്യങ്ങളുണ്ട്. ലൈക്ക് ഹൗ ഈസ് നോട്ട് ഫീലിംഗ് ഗിൽറ്റി ഫോർ വാട്ട് ഹി ഡിഡ് എന്നുള്ള ഒരു കാര്യം. ഹീസ് ജസ്റ്റിഫൈയിങ് ഹിംസെൽഫ്. ഞാൻ ഐ ഹാവിങ് ഡൺ എനിത്തിങ് റോങ് എന്ന് അപ്പോഴും ജെയ്മി വളരെ കൃത്യമായിട്ട് വിശ്വസിക്കുന്നു. അതർ ബോയ്സ് വുഡ് ഹാവ് ടച്ച്ഡ് ഹർ, ഐ വാണ്ടഡ് ടു ടച്ച് ഹർ ബട്ട് ഐ ഡിഡ്ന്റ് ആൻഡ് ദാറ്റ്സ് വാട്ട് മേക്സ് മീ ബെറ്റർ എന്നാണ് ജെയ്മി ഇതിനകത്ത് പറയുന്നത്. ജെയ്മി സ്റ്റിൽ കൺസിഡേഴ്സ് ഹിംസെൽഫ് ബെറ്റർ ദാൻ അതർ ബോയ്സ് എന്നുള്ളതാണ്, അല്ലേ? ലൈക്ക് അതെന്തോ അവനൊരു എന്താ പറയാ, ഒരു നമ്മള് പച്ച മലയാളത്തിലാണെങ്കിൽ അവതാരം ചെയ്ത പോലത്തെ ആറ്റിറ്റ്യൂഡിലാണ് അവൻ പറയണേ. ഞാൻ റേപ്പ് ചെയ്യായിരുന്നു ഞാൻ, അല്ലെ? അങ്ങനെ നമുക്ക് അങ്ങനെ തന്നെയാണ് പറയുന്നത്. ആൻഡ് അതിൽ വേറൊരു കാര്യം തന്നെ നമ്മുടെ ജെയ്മിയുടെ സൈഡും നമ്മൾ കാണുന്നുണ്ട്. ജെയ്മി പറയുന്നുണ്ട്, ഒന്ന് പറയുന്നത് ജെയ്മി എന്തുമാത്രം മാനിപ്പുലേറ്റീവ് ആണെന്നുള്ള ഒരു കാര്യം. ലൈക്ക് ജെയ്മി പറയുന്നുണ്ട് ലൈക്ക് ഈ കേറ്റിയുടെ ക്യാരക്ടർ ഭയങ്കര ഒരു വീക്ക് പോയിന്റിലാണ്, അപ്പം ഞാൻ ചെന്ന് പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ മേ ബി ഷീ സേസ് യെസ് എന്ന് പറയുന്നുണ്ട്. അപ്പം ആ ഒരു എന്താ പറയാ, അങ്ങനെ മാനിപ്പുലേറ്റീവ് ആയിട്ട് ചോദിക്കാം എന്നുള്ള ഒരു കാര്യം. പിന്നീട് ആ റിജക്ഷൻ പറയുമ്പം ഹി കാൺ ടേക്ക് ദാറ്റ് റിജക്ഷൻ എന്നുള്ളതും വളരെ ക്ലിയർ ആയിട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ലൈക്ക് ആ ഒരു എന്താ പറയാ, ഹി ഫീൽസ് ഹിംസെൽഫ് ലൈക്ക് ജെയ്മി ബ്രയനോട് പറയുന്നുണ്ട് ഐ തിങ്ക് ഐ എം അഗ്ലി എന്നോ അങ്ങനെ എന്തോ പറയുമ്പം ബ്രയണി അത് കറക്റ്റ് ചെയ്യുന്നില്ല. നോ, നീ അഗ്ലി അല്ല എന്ന് ബ്രയണി കറക്റ്റ് ചെയ്യുമ്പോ വീണ്ടും വീണ്ടും അവൻ ചോദിക്കുകയാണ് ലൈക്ക് ഡു യു തിങ്ക് ഐ എം അഗ്ലി, അല്ലെങ്കിൽ ഡു യു തിങ്ക്, അല്ലെങ്കിൽ ലാസ്റ്റ് എൻഡിന്റെ എപ്പിസോഡിന്റെ ലാസ്റ്റ് ജെയ്മിക്ക് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് വാട്ട് ബ്രൈനി തിങ്സ് ഓഫ് ഹിം എന്നുള്ളതാണ്. അത് നമുക്ക് ലൈക്ക് ഒരു 13 വയസ്സുള്ള ഒരു കുട്ടി സ്വയം ഒരു അഗ്ലി ആണെന്നും നോട്ട് വർത്തി ഓഫ് ലവ്, എന്നെ ആരും സ്നേഹിക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്നും അത്രയും ഒരു ഒരു ലോ പോയിന്റിൽ നിന്നിട്ടാണ് അവൻ ആ കാര്യം ചെയ്യുന്നത്. അവന്റെ ആ ഒരു ടോക്സിസിറ്റി അല്ലെങ്കിൽ ടോക്സിക് മസ്കുലിനിറ്റി വരുന്നതെന്ന് പറയുന്നത് ലൈക്ക് അവന്റെ അത്രയും ലോ പോയിന്റ് എന്നാണ്. അവന് കോൺഫിഡൻസ് ഇല്ല, ഹി ഡസൻ കൺസിഡർ ഹിംസെൽഫ് വർത്തി ഓഫ് ലവ്.
അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് അത് വരുന്നത്. അതൊരിക്കലും അത് അവനിലേക്ക് ഇൻസ്റ്റിൽ ചെയ്യുന്നത് ഈ പറയുന്ന ഈ ലൈക്ക് ഇത്രയും ഇതായിട്ടുള്ള സോഷ്യൽ മീഡിയയും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈവൻ ഇപ്പൊ എങ്ങനെ ഒരു കുഞ്ഞു 13 വയസ്സുള്ള കുട്ടി നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റും? നമ്മൾ തന്നെ വി സ്ക്രോൾ ത്രൂ സോഷ്യൽ മീഡിയ ആൻഡ് സീ എവ്രി വൺസ് ലൈഫ് അല്ലെ? നമ്മൾ കാണുന്ന ട്രാവൽ ഇൻഫ്ലുവൻസേഴ്സ്, ബ്ലോഗേഴ്സ്, ലൈക്ക് ഹൗ ഡു ദേ ട്രാവൽ സോ മച്ച്, അല്ലെങ്കിൽ അവർക്ക് എന്തൊരു ലൈഫ് ആണെന്നും പറഞ്ഞിട്ട് എന്റെ ലൈഫ് എന്തൊരു മോശ എന്നും പറഞ്ഞ് നമ്മൾ ഇവിടെ ഇരുന്ന് ഞാനൊക്കെ അതിന്റെ പ്രൈം എക്സാമ്പിൾ ആണ്. ഐ ഓൾവേസ് കമ്പയർ മൈസെൽഫ് വിത്ത് ദിസ് തിങ്സ്, വിത്ത് ദിസ് പീപ്പിൾ ദാറ്റ് ഐ സീ ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാവരുമായിട്ട് ഞാൻ എപ്പോഴും തന്നെ ഭയങ്കര ഒരു ഇനേറ്റ് ഒരു കൈൻഡ് ഓഫ് ഇതാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളത് ചെയ്യുമ്പം, അതും ഇത്രയും എന്താ ഏജ്ഡ് ആയിട്ടുള്ള നമ്മളത് ചെയ്യുമ്പം 13-year-old ബോയുടെ ഓട്ടോമാറ്റിക് റെസ്പോൺസ് വുഡ് ബി ദാറ്റ്. അല്ല നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അത് എന്താ സംഭവിച്ചാല് ഇത് നമ്മളൊരു ഭയങ്കര ബ്രോഡർ ഒരു ടോപ്പിക് ആയിട്ട് നമുക്ക് വേണം ഡിസ്കസ് ചെയ്യാം. അതായത് ഈ വാലിഡേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ബസ്സേ, ഇത് ഒരു കുഞ്ഞു കുട്ടിക്ക് അവൻ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ ഒരു 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 ബേബി, ആ ഒരു ബേബി വരുമ്പോ തൊട്ടേ ഈ വാലിഡേഷൻ സീക്ക് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഈ കരച്ചില് പോലും. മനുഷ്യനുള്ള സാധനമാണ് ഈ വാലിഡേഷൻ. എന്തിനാ ഒരു കുട്ടി കരയുന്നത്? അല്ലേ? അറ്റൻഷൻ. അല്ലേ? കരഞ്ഞ് അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളെ? ഇപ്പൊ ഞാൻ എന്റെ കസിന്റെ മോനായിട്ട് കളിക്കുമ്പോ അവനിങ്ങനെ ആദ്യം നമ്മള് ഭയങ്കര എന്തെങ്കിലും, നമ്മൾ അഡൽട്സ് ആണല്ലോ, നമ്മൾക്ക് അവരുടെ കരച്ചിൽ കുറച്ചു നേരം അവർ കളിക്കും, മോനെ ശരി ബൈ ബൈ, അത്രേ ഉള്ളൂ. പക്ഷെ അവന് അറ്റൻഷൻ കിട്ടുന്നവരെ അവന്റെ സ്ക്രീം, അതായത് അവൻ ആദ്യം ചാച്ചി എന്നായിരിക്കും വിളിക്കുക. അപ്പൊ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. പിന്നെ അവൻ ആ ചാച്ചിയുടെ ടോൺ മാറ്റും, ചാച്ചി എന്നാക്കും. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കില്ല. പിന്നെ ഭയങ്കര അഗ്രസീവ് ഒരു ടോൺ വരും, വിളിക്കും. നമുക്ക് മനസ്സിലാവും. ഓക്കെ, മനസ്സിലായില്ലേ? ഇത് മനുഷ്യർക്ക് ഉള്ള ഒരു സാധനമാണ്. ഇതിനെ ചാനലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. അതായത് ഈ വാലിഡേഷന് വി ഹാവ് ടു കം വെരി മച്ച് അ പീസ് വിത്ത് വാലിഡേഷൻ. ലൈക്ക് നമുക്ക് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, എസ്പെഷ്യലി ഗ്രോയിങ്. ഇപ്പൊ നമ്മള് ലൈക്ക് സ്ത്രീകൾ പോലെ തന്നെ പുരുഷന്മാരും ഒരു ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന കുറെ സാധനങ്ങളുണ്ട്. അവര് ഗ്രോയിങ് അപ്പ് സ്റ്റേജിൽ, എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഒരു 9-10 തൊട്ട്, ഇപ്പൊ എനിക്ക് തോന്നണു അല്ലെ, ഒരു 9-10 years തൊട്ട് തന്നെ അവരുടെ ഒരു ടീനേജ് തുടങ്ങി എന്ന് തന്നെ പറയാം. അപ്പൊ ഈസ് എ ഗേൾ ലുക്കിംഗ് അറ്റ് ഹിം, മേ ബി സ്മൈലിംഗ് അറ്റ് ഹിം. അതുപോലെ തന്നെ ഏറ്റവും അങ്ങനെ പണ്ട് അതൊക്കെ മേ ബി 8ാം ക്ലാസ് തൊട്ട് തുടങ്ങിയതാണെങ്കിൽ ഇപ്പൊ അത് മേ ബി ഒരു 5ാം ക്ലാസ്സോ 6ാം ക്ലാസ്സോ തൊട്ട് തുടങ്ങിയിട്ടുണ്ടാവാം. മനസ്സിലായില്ലേ? അപ്പോ അതുപോലെ തന്നെ ദേ ആർ എക്സ്പോസ് ടു വാട്ട് നമ്മൾ പോലും ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഡിജിറ്റൽ കണ്ടന്റ് ആണ് ഇവർ ആക്സസ് ചെയ്യുന്നതും. അപ്പൊ എന്തൊക്കെയാ ഇവരുടെ തലയിൽ വന്ന്, അയ്യോ യു ആർ നോട്ട് സപ്പോസ് ടു ടേക്ക് ദിസ്, ലൈക്ക് നോബഡീസ് ദെയർ ടു ടെൽ ദം വാട്ട് ഈസ് റൈറ്റ്. എന്താണ് ഫിൽട്ടർ ചെയ്യേണ്ടത്? നമ്മൾ കാണുന്നതെല്ലാം നമ്മൾ എടുക്കരുത്. Where do we place that filter എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു, അവരത് അറിഞ്ഞിട്ടല്ല വരുന്നത്. അവരതിനോട് എക്സ്പോസ്ഡ് ആകുമ്പോൾ അവർക്ക് അതിനുള്ള നോളജ് ഇല്ല. അത് ആസ് അഡൽട്സ് അല്ലെങ്കിൽ ആസ് ടീച്ചേഴ്സ് ഓർ ആസ് പാരന്റ്സ് ഓർ ആസ് എ സൊസൈറ്റി ആസ് എ ഹോൾ നമ്മളത് ചെയ്യണം. നമ്മളത് എന്താ പറയാ, അതിന്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കണം. അതെ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇതില് ഇവനെ പ്രൊവോക്ക് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇമോജീസ് ആണ്, അല്ല മിസ്സേ? ഇഫ് ഐ എം നോട്ട് റോങ്. ലൈക്ക് ഇമോജീസ് ഇൻ ദ സെൻസ് അതിലും ലൈക്ക് നമുക്ക് ആ ഇമോജീസിന്റെ മീനിങ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ് ഫോർ 2 generations അല്ലെ? ആ ബാസ്കോംബിന്റെ ലൈക്ക് ഡിക്റ്റേറ്റീവ് ബാസ്കോംബ് അദ്ദേഹത്തിന്റെ മകനും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷനില് ഡിക്റ്റേറ്റീവ് റീഡ്സ് ഡിഫറെന്റ്. ഡിക്റ്റേറ്റീവ് വിചാരിക്കുന്നത് ലൈക്ക് ദേ ആർ ഫ്രണ്ട്സ്, ഈ ജെയ്മിയും കേറ്റിയും ഫ്രണ്ട്സ് ആണ്, അവർ തമ്മിലുള്ള ഒരു കൈൻഡ് ഓഫ് കോൺവെർസേഷൻ ആണെന്നാണ് ഡിക്റ്റേറ്റീവ് വിചാരിക്കുന്നത്. ബട്ട് മകനാണ് അത് തിരുത്തി പറയുന്നത്, നോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്, ലൈക്ക് ദേ ആർ ആക്ച്വലി
എന്താ ഷീസ് ബുള്ളിങ് ഹിം എന്ന് പറയുന്നത് ആ മകനാണ് പറഞ്ഞു കൊടുക്കുന്നത്. സോ ഈവൻ ഇപ്പം നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര പേര് ആസ് അഡൽട്സ് നമുക്ക് എത്ര പേർക്ക് എന്താണ് ഈ കറന്റ് ജനറേഷനിലുള്ള വേർഡ്സിന്റെ മീനിങ്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഇമോഷൻസിന്റെ മീനിങ് എന്നുള്ളതൊക്കെ നമ്മൾ ഒട്ടും അപ്ഡേറ്റഡ് അല്ലാത്ത കാര്യം. വി ഷുഡ് അപ്ഡേറ്റ് അവർ സെൽസ് എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ 4th എപ്പിസോഡിൽ വരുമ്പോൾ ശരിക്കും ആ ഒരു പാരന്റൽ എന്നാണ് ലൈക്ക് വേർ ഡിഡ് ദേ ഗോ റോങ് എന്ന് പറയുന്ന അച്ഛനും അമ്മയുടെയും ആ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നതും ലൈക്ക് അച്ഛൻ പറയുന്ന വെച്ചാൽ അച്ഛന്റെ അച്ഛനെ ഒത്തിരി അടിച്ചിരുന്നു. ആ പാരന്റിനെ ഒത്തിരി ഉപദ്രവിച്ചിരുന്നു. ഐ വാണ്ടഡ് ടു ബി എ ബെറ്റർ പാരന്റ്, എനിക്കൊരു ബെറ്റർ പാരന്റ് ആകണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഐ ഗേവ് ഹിം, എനിക്ക് പറ്റിയതെല്ലാം ഞാൻ അവന് വാങ്ങിച്ചു കൊടുത്തു. ഐ തോട്ട് ഹി വാസ് സേഫ് ഇൻ ഹിസ് റൂം. അങ്ങനെയല്ലേ പറയുന്നത്? ജെയിമി ആ റൂമിലാണ്, ജെയിമി നമ്മുടെ വീട്ടിൽ നമ്മുടെ റൂമിനകത്ത് ഇരിക്കുമ്പോ അവിടെയാണ് ഏറ്റവും സേഫ് ആയിട്ട് ഈ അമ്മയും അച്ഛനും കണ്ടിരുന്നത്. പക്ഷെ അവിടെ ആള് സേഫ് അല്ല, അവിടെയും കുട്ടികൾ സേഫ് അല്ല എന്നുള്ളതാണ് പറയുന്നത്. അവിടെയാണെങ്കിലും നമുക്ക് പാരന്റിങ്ങിൽ അവര് പറയുന്നുണ്ട്, അവരതിനകത്ത് പറയുമ്പോ ഐ ഷുഡ് ഹാവ് ഡൺ മോർ അല്ലെങ്കിൽ വി ഷുഡ് ഹാവ് ഡൺ മോർ എന്നവര് പറയുന്നുണ്ടെങ്കിലും ലൈക്ക് ഇപ്പം എന്താ പറയാ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ തന്നെ ഒരു സിറ്റുവേഷൻ എടുത്തു നോക്കിയാല് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരു പാരന്റിങ്ങിനായിട്ടുള്ള ഒരു എഫേർട്ടും ടൈമും കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ലക്ഷറിയാണ്. എല്ലാവർക്കും ഒരു പർട്ടിക്കുലർ പ്രിവിലേജിൽ ഇരിക്കുന്ന അല്ലെ, അതിനായിട്ട് ടൈമും മണിയും എഫേർട്ടും സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. ഒരു ലോവർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അങ്ങനെ മിഡിൽ ക്ലാസ്, ഈവൻ മിഡിൽ ക്ലാസ് കുട്ടികളും അവർക്ക് ജോലി തന്നെ, നമ്മുടെ ജോലി തന്നെ ഇറ്റ്സ് മോർ ദാൻ ഡിമാൻഡിങ് ഫോർ എവ്രി വൺ. എന്ത് ജോലി എടുത്ത് നോക്കിയാലും സപ്പോസ് ഇപ്പൊ അതിൽ കാണിക്കുന്ന ഡിറ്റക്റ്റീവിന്റെ ജോലി തന്നെ നമ്മുടെ നാട്ടിൽ ഒരു പോലീസ് ഓഫീസറിന്റെ ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ ഒക്കെ ജോലി എടുത്ത് നോക്കുക, എന്തുമാത്രം ഡിമാൻഡിങ് ആയിട്ടുള്ള ജോലിയാണ്. 24 hours അല്ലെങ്കിൽ മേ ബി അത്രയും, അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ ജോലി, ഇത്രയും ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ജോലിയിൽ നിന്ന് കുട്ടികൾക്കായിട്ട് ടൈം കണ്ടെടുത്ത് സ്പെൻഡ് ചെയ്യുക, ഒരു പ്രസന്റ് പാരന്റ് ആവുക എന്ന് പറയുന്നത് പലപ്പോഴും ഈവൻ സിസ്റ്റം ഡസന്റ് അലൗ ദാറ്റ്. നമ്മുടെ വർക്ക് സ്പേസോ നമ്മുടെ വർക്ക് പ്രഷറോ നമ്മുടെ സിസ്റ്റമോ നമ്മുടെ ഗവൺമെന്റോ അതിനെ അലൗ ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് മാത്രമല്ല മിസ്, എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്, എനിക്ക് തന്നെ പേഴ്സണലി പലവരെയും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം ഈ മിസ് പറഞ്ഞ അതേ കാര്യമാണ്. അതായത് പാരന്റിങ് എത്രത്തോളം അതെ മിസ് പറഞ്ഞ സെയിം സാധനം റിപ്പീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇരിക്കും. പാരന്റിങ് ഒട്ടും അവർക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ലൈക്ക് അതെ, തന്നെയാണ് അവരുടെ പ്രയോറിറ്റി എന്ന് അവർ പറയെങ്കിലും അവർക്ക് അതെല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഞാൻ കണ്ടുവന്നിരിക്കുന്ന മിക്കവരുടെ കാര്യത്തിലും എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് മാക്സിമം പാരന്റ്സിന് ചെയ്യാൻ പറ്റുന്നത് ഒരു ബെറ്റർ ബാലൻസിങ് എന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരാൾക്ക് ജോലി നിർത്തി, ഒരു ജോലി ഡ്രോപ്പ് ചെയ്തിട്ട് വീട്ടിൽ ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഒരു പാരന്റ് അച്ഛനും അമ്മയും, സപ്പോസ് അല്ല അമ്മയ്ക്കോ അച്ഛനോ, മോസ്റ്റ്ലി അമ്മമാരായിരിക്കും, അവർ ജോലി രാജിവെച്ച് അല്ലെങ്കിൽ ജോലി ഡ്രോപ്പ് ചെയ്ത് വീട്ടിലിരുന്ന് ഫുൾ ടൈം കുട്ടീനെ നോക്കാനുള്ള ഒരു ഡിസിഷൻ എടുക്കാന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ അവരുടെ ഒരു ചോയ്സ്, അവരുടെ അല്ലെങ്കിൽ അവരുടെ മീൻസ് ലിമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഡ്രീംസ് ലിമിറ്റ് ചെയ്തുകൊണ്ട് അവരെടുക്കുന്ന ഒരു ചോയ്സ് ആയിരിക്കും അത്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു എന്താ പറയാ, ഒരു അങ്ങനെ അത്രയും മണിയായിട്ടും അല്ലാതെയും അവർക്ക് അതിനുള്ള ഒരു മീൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം അവർ ചെയ്യുന്നത്. അതല്ല, അങ്ങനെ ഒരു ജോലി ചെയ്തേ പറ്റുള്ളൂ, അച്ഛനും അമ്മയും ജോലി ചെയ്ത് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഫാമിലിയിലാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് മേ ബി ഒരു വർക്കറിനെയോ ഒരു മെയ്ഡിനെയോ ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫാമിലി ആണെങ്കിൽ അവർക്ക് എത്രമാത്രം സമയം കുട്ടികളുടെ ഓരോ കാര്യത്തിനും വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റും? അത് വളരെ ഒരു നമ്മൾ ആലോചിക്കുന്ന ക്വസ്റ്റ്യൻ. അത് ജസ്റ്റ് പാരന്റ്സിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി ആയിട്ട് അവരുടെ തലയിൽ മാത്രം ഇടേണ്ട ഒരു കാര്യമില്ല. അതിനുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് വർക്ക് പ്ലേസ് റൂൾസ് മാറ്റുക, വർക്ക് പ്ലേസിലുള്ള കാര്യങ്ങൾ മാറ്റുക എന്നുള്ളത് ഗവൺമെന്റൽ ലെവലിലും അതേപോലെ തന്നെ ഓരോ വർക്ക് പ്ലേസ് പോളിസി ലെവലിലും ആ രീതിയിലുള്ള ചേഞ്ചസ് വരുത്തണം. അല്ലാതെ അൾട്ടിമേറ്റ്ലി അതൊരു പാരന്റിന്റെ ചോയ്സ് ആണെങ്കിൽ ഒരു പാരന്റിന്റെ മിസ്റ്റേക്ക് ആണെന്നും പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതിനിപ്പോ നമ്മൾ പറഞ്ഞ എന്ത് സ്റ്റേക്കിലുള്ള എന്ത് കാര്യം ആയിക്കൊള്ളട്ടെ,
നമുക്ക് ഒരിക്കലും കുട്ടീനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ബ്ലെയിം ചെയ്യുന്ന ഏതൊരു കാര്യം ആയിക്കോട്ടെ, ഇപ്പൊ ടീച്ചറിന്റെ കാര്യമായിരിക്കാം, പാരന്റ്സിന്റെ കാര്യമായിരിക്കാം, അതല്ല ഓൺലൈൻ എറ്റിക്കേറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഓൺലൈനിൽ എന്ത് കണ്ടന്റ് ഇടണം എന്നുള്ള കാര്യമായിരിക്കാം. ഇതിലൊക്കെ ഇന്നേ എല്ലാവരും ആൻസറബിൾ ആണ്. നമുക്കതിൽ ഇൻഡിവിജ്വലി നമുക്ക് ഓരോ ചോയ്സ് എടുത്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ഇൻഡിവിജ്വലി അത് ബാലൻസ് ചെയ്യാനും ഒക്കെ സാധിക്കുമെങ്കിലും, പക്ഷെ ഒരു കളക്റ്റീവ് രീതിയിലുള്ള ഒരു കോപ്പറേഷനും ഒരു കൈൻഡ് ഓഫ് ചേഞ്ചും വന്നാൽ മാത്രമേ ഇതിനൊരു ഈവൻ അൾട്ടിമേറ്റ് സൊല്യൂഷൻ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഈവൻ വി കുഡ് ഹോപ്പ് ഫോർ സംതിങ്. ദാറ്റ്സ് വാട്ട് ഈവൻ എനിക്ക് തോന്നുന്നു ഈ ഒരു സീരീസ് തന്നെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഒരു ലോ ആൻഡ് അതോറിറ്റി, പിന്നെ സ്കൂൾ, പിന്നെ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു കൺഫ്രണ്ടേഷൻ, പിന്നെ പാരന്റ്സ്. അപ്പൊ എന്താ ഒരു സൊസൈറ്റി മൊത്തത്തില് എൻകംപസ് ചെയ്യുന്നുണ്ട് ആ ഒരു സീരീസ് അല്ലേ. സ്വാതിയുടെ സ്റ്റുഡന്റ് ആദ്യം സ്വാതിയോട് പറയുന്നത് ഭയങ്കര ലെയേർഡ് ആയിട്ടുള്ള ഒരു സീരീസ് എന്ന് പറയുന്നത് വളരെ കറക്റ്റ് ആണ്. ഭയങ്കര മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. അതെ. അപ്പൊ ഇത് ഒരിക്കലും നമുക്ക്, കാരണം വേറെ കാര്യം എന്ന് വെച്ചാൽ പാരന്റ് നമ്മൾ ഓൾമോസ്റ്റ് കുറച്ചൊരു നമുക്ക് ഇത്തിരി ഡ്രാഗ് ചെയ്യുന്നു എന്ന് തോന്നുന്ന ഒരു എപ്പിസോഡ് ആ 4ാമത്തെ എപ്പിസോഡാണ്. പക്ഷെ ആ ഡ്രാഗിങ് അനിവാര്യമാണ്. ബിക്കോസ് അവരുടെ ആ ലൈഫ് അതുപോലെ തന്നെ സ്ലോ ഡൗൺ ചെയ്തു. ആ പാരന്റ്സിന്റെ ഒരു ഡിവാസ്റ്റേറ്റഡ് ആയിട്ടുള്ള അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലൂടെ അത് പറയുമ്പോ വി ഓൾസോ ഗെറ്റ് ടു നോ. ഇപ്പൊ നാച്ചുറലി വരുന്നൊരു, നമ്മൾ കേട്ടിട്ടില്ലേ മിസ്സേ, എപ്പോഴും വരുന്നൊരു കമന്റ് ആണ്, നമ്മളുടെ സ്വഭാവം മോശമാണെങ്കിൽ അവന്റെ തന്തയും തള്ളയും പറഞ്ഞാ മതി അല്ലെ. വളരെ നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു സാധനമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരെ പറഞ്ഞാൽ മതി, നിങ്ങളുടെ ഇത് പറഞ്ഞാൽ മതി. അതല്ല ഇവിടെ. കാരണം ഇവിടെ വി ഗെറ്റ് ടു സീ ദാറ്റ് പാരന്റ്സ് അല്ലെ, ആ ഒരു വളരെ ടോക്സിക് ആയിട്ടുള്ള പാരന്റ്സ് അല്ല. അതൊക്കെ നമുക്ക് ഫ്രം ദ ബിഗിനിങ്. അതില് വേറെ ഒരു ഇതെന്ന് പറയുന്ന സ്വാതി, ലൈക്ക് ആ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞിട്ട് അവരുടെ മൂത്ത മകള് വന്ന് സംസാരിക്കുമ്പം ഈ എഡ്ഡി ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഹൗ ഡിഡ് വി മേക്ക് ഹർ എന്ന് ചോദിക്കുമ്പം ആ അമ്മ പറയുന്നുണ്ട്, ദ സെയിം വേ വി മെയ്ഡ് ഹിം. ലൈക്ക് ആ സിസ്റ്ററും ആ ബ്രദറും തമ്മില് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ആ സിസ്റ്റർ എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര ഇമോഷണലി മെച്യൂർ ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഷീ നോസ് ലൈക്ക് ഈവൻ ആളെ സ്വന്തമായിട്ട് നോക്കാനും ഫാമിലിക്ക് വേണ്ട കാര്യങ്ങള്, നല്ല കാര്യങ്ങൾ പറയാനും ഒക്കെ ലൈക്ക് അത്ര ഇമോഷണലി മെച്യൂർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആ സിസ്റ്ററിന്റെ ക്യാരക്ടർ കാണിക്കുന്നത്. she tells towards the end, she's the one who's telling he's our Jamie അല്ലെ, നമ്മുടെ ജെയ്മിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ ഒരു കൺക്ലൂഷൻ പോലെ നമുക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ നമ്മള് എനിക്കൊരു കാര്യം കൂടി, ഞാൻ ഇന്നലെ നമ്മുടെ ഇതിങ്ങനെ ആലോചിച്ചപ്പോ, ഈ പോഡ്കാസ്റ്റ് ഞാൻ നമ്മുടെ ടോപ്പിക് ആലോചിച്ചപ്പോ, ദാറ്റ്സ് എ ചാനൽ കോൾഡ് നിസാരം. അപ്പൂപ്പൻ ആൻഡ് ദ ബോയ്സ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അതെല്ലാവർക്കും അറിയണ്ടായിരിക്കും ചിലപ്പോ. ഈ പറയുന്ന ഒട്ടും നമുക്ക് കാണാൻ കൊള്ളാൻ പറ്റാത്ത വളരെ മോശമായിട്ടുള്ള, മോശം എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ ആർട്ട് ഫോംസിനും അതിൻ്റെതായ ഇതുണ്ട്, പക്ഷെ ഒട്ടും ഓടാത്ത ചില സിനിമകൾ ഇട്ട് റോസ്റ്റ് ചെയ്യുന്ന ഒരു ചാനലാണ്. പക്ഷെ വളരെ ഡീസെന്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. ആനന്ദരാമൻ എന്നാന്ന് തോന്നുന്നു ആളുടെ പേര്. ആളുടെ തന്നെ സയന്റിഫിക്കലി പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന, ലൈക്ക് വാട്ട് ഇസ് മാത്സ്, what is love, what is chemistry, what is Newton's relativity, സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് ഈ ഒരു നിസാരം എന്ന് പറയുന്ന ഒരു ചാനൽ. ഓക്കെ, അപ്പൊ ഈ നിസാരം ചാനലില് ഒരു കരിയർ എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് ഉണ്ട്. അതിൽ ടുവേഴ്സ് ദി എൻഡ് മിസ്സേ ശരിക്കും കുട്ടികൾക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് what is one thing that as a parent we should do എന്ന് പറയുമ്പോ ആള് പറയുന്ന ഒരു കാര്യമാണ്, make them read, at least let them listen to stories. Okay, like അതിലൂടെ മാത്രമേ അവരുടെ ഒരു ഇമാജിനേഷനും അവരുടെ ഒരു എംപത്തിയും അവരുടെ ഒരു ഇമോഷണൽ ഇന്റലിജൻസും ഈ പറയുന്ന പല കാര്യങ്ങൾക്കും, നമ്മൾ എഗെയിൻ ഒരു പെർഫെക്റ്റ് ചൈൽഡിനെ വാർത്തെടുക്കാനും നമുക്ക് പറ്റില്ല. നമ്മളൊക്കെ ഫ്ലോഡ് ആണ് വൺ വേ ഓർ അതർ. There is nothing called perfect. അത് ആരുമില്ല. പെർഫെക്റ്റ് സൺ ഇല്ല, പെർഫെക്റ്റ് മദർ ഇല്ല, പെർഫെക്റ്റ് ഒന്നുമില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്ക്
നമ്മൾ പറയില്ലേ ഈ പറയുന്ന പോലെ ഒരു ഇമോഷണൽ ആയിട്ട് നമുക്കൊരു ഗ്രിപ്പ്, ഒരു കുട്ടിക്ക് ഒരു ഗ്രിപ്പ് കിട്ടാൻ എവിടെയൊക്കെ ഈ പറയുന്ന പോലെ ഒരു സ്റ്റോറീസിനോ അല്ലെങ്കിൽ റീഡിങ്ങിനോ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷെ എത്രത്തോളം ഇപ്പൊ കുട്ടികൾക്ക് അതും പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം. കാരണം മോസ്റ്റ് ഓഫ് ദി പാരന്റ്സ് ആർ ജസ്റ്റ് കുട്ടികളുടെ വായ അടയ്ക്കാനോ അല്ലെങ്കിൽ അവരിതാക്കാൻ വേണ്ടി അവര് ചെയ്യുന്നൊരു കാര്യം ഫോൺ കൊടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? സോ അതിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പാരന്റ്സ് കുറച്ചും കൂടി ചിന്തിക്കുകയാണെങ്കിൽ, ഞാനൊരു പാരന്റ് അല്ല, മിസ്സും ഒരു പാരന്റ് അല്ല, ഞാനും പാരന്റ് അല്ല. അല്ല നമ്മൾ ഞങ്ങളിത് പറയാൻ ഒരു രീതിയിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരല്ല. പറയാൻ ക്വാളിഫൈഡ് അല്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു സ്പേസിൽ എത്തിയാൽ തന്നെയാവും ഇതിന്റെ സ്ട്രഗിളും ഇതിൻ്റെതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ചാലഞ്ചസ് മനസ്സിലാവും. പക്ഷെ സ്റ്റിൽ ഇഫ് there is any I mean if they could work out, അല്ലെങ്കിൽ സൊസൈറ്റി കുറച്ചും കൂടി മിസ് പറഞ്ഞ പോലെ എന്തെങ്കിലും പോളിസീസിലൂടെയോ ഇതിലൂടെ ഒക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാണെങ്കിൽ, കാരണം നമ്മളുടെ തന്നെ സിമിലർലി കേരളത്തില് ഇപ്പോ അല്ലെ SSLCക്ക് പഠിക്കുന്ന ഒരു പയ്യനെ കുത്തിക്കൊന്ന ഒരു കേസിന് വിധേയമായ അല്ലെ ഒരു 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 നമ്മള് ജസ്റ്റ് അത് കണ്ടു നിൽക്കുമ്പോഴാണ് ഈ സീരീസ് ഒക്കെ വരുന്നത്. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ നടക്കുന്ന കാര്യമൊന്നുമല്ല. സോ ഇതാണ് എനിക്ക് തോന്നുന്നു എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് മിസ്സിനോടും അതുപോലെ നമ്മുടെ ലിസണേഴ്സിനോടും പറയാനുള്ള ഒരു കാര്യം. ലിസണേഴ്സ് മാത്രമല്ല, വ്യൂവേഴ്സും we can say like that also. Then viewers. Yes. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഓഡിയോ പോഡ്കാസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാന്നല്ലേ സ്വാതി? ഐ ഹോപ്പ് ഇറ്റ് വെന്റ് വെൽ. Yes. അതെ. I think we started off with a very serious. അപ്പൊ you couldn't feel like ഞങ്ങളിപ്പോ വേറെ വല്ല എപ്പിസോഡ് ആയതെങ്കിൽ you could have seen very smiley and കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഫേസസ് ഞങ്ങളെ കാണായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ സിൻസ് ദിസ് ടോപ്പിക് ഇസ് കുറച്ച് ഡീപ്പ് ആയതുകൊണ്ട് തന്നെ you could see all that serious expressions on our face. But still നിങ്ങൾ ഇതുവരെ നിങ്ങള് സോറി എന്താ മിസ്സേ? എന്താ ഇറ്റ്സ് വർത്ത് ലിസണിങ് ടു, അല്ലെങ്കിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം. ഇറ്റ്സ് യൂഷ്വലി നമ്മുടെ പോഡ്കാസ്റ്റിന്റെ ഒരു വൈബിന് ചേരുന്ന ഒരു ഡിസ്കഷൻ, മോർ ഓഫ് എ സീരിയസ് കൈൻഡ് ഓഫ് ഡിസ്കഷൻ ആണെങ്കിലും ബട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് വി ഡിസ്കസ് ദിസ് എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയത് കൊണ്ടാണ്. പിന്നെ ഞങ്ങൾ ഈ പോഡ്കാസ്റ്റ് തുടങ്ങുമ്പോ തന്നെ ലൈക്ക് വി വുഡ് ഡിസൈഡ്, ഞങ്ങളുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് ഞങ്ങൾ കണ്ടൊരു ബുക്ക്, സോറി കണ്ടൊരു സിനിമ, ചിലപ്പോൾ ബുക്കായിരിക്കാം, നമ്മൾ വായിച്ചൊരു ബുക്കായിരിക്കാം, നമ്മൾ കണ്ടൊരു പ്ലേ ആയിരിക്കാം, ചിലപ്പോൾ ഞങ്ങൾ അതുമേ ഒരു 20 minutes പോഡ്കാസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു അജണ്ട വെച്ചിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. സോ ഐ തിങ്ക് അഡോളസൻസ് വാസ് ദ റൈറ്റ് ചോയ്സ് ടു ഡിസ്കസ്. കാരണം നമുക്ക് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ പറ്റി. എത്രത്തോളം ഞങ്ങൾ സ്ട്രക്ചേർഡ് ആയിരുന്നു, അതുപോലെ തന്നെ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടേക്ക് അവേ ഉണ്ടാവും എന്ന് ഞങ്ങൾ വിചാരിക്കണം. യെസ്, അതെ. അപ്പം ഡു റൈറ്റ് ടു us. വീണ്ടും ഞങ്ങൾ എല്ലാ തവണ ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് ഡു റൈറ്റ് ടു us വിത്ത് യുവർ ഫീഡ്ബാക്സ്. വി ആർ വെരി എക്സൈറ്റഡ് ടു റിസീവ് യുവർ ഫീഡ്ബാക്ക് ആൻഡ് ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇനിയിപ്പം നിങ്ങൾക്ക് ഇത് സ്പോട്ടിഫൈയിൽ വീഡിയോ ഫോർമാറ്റ് ആയതുകൊണ്ട് ഓഡിയോ ഫോർമാറ്റ് സ്പോട്ടിഫൈയിൽ കേൾക്കാം. വീഡിയോ ഫോർമാറ്റ് വിൽ ബി അപ്ലോഡിങ് ഇൻ യൂട്യൂബ് ഫുൾ ഇതായിട്ടുള്ളത്. ആൻഡ് അഗെയിൻ വി ആർ പ്ലാനിങ് ടു സ്റ്റാർട്ട് ഇൻസ്റ്റഗ്രാം പേജ് ഫോർ അവർ ചായ് ടോക്സ്. സോ അതും ഫോളോ ചെയ്യുക. And do share it with your friends, family,